ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം മഴയൊക്കെ കുറഞ്ഞോ? ഞങ്ങളവിടെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ. 2 ദിവസമായി മഴേൻ്റെ വരവൊക്കെ ഒന്ന് നിന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് ആ ഒരു ജഗബൊഗ ടൈം ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ അടുക്കളയിൽ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ അടുക്കളയിൽ ഇതാ കുറച്ച് ഉച്ചക്കത്തേക്കുള്ള കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്. ഉപ്പേരിയും ചോറും കൂടി ആവണം. അപ്പോൾ ചോറ് ഇതാ വെന്തിക്കണം, അപ്പോൾ ഇനി ഉപ്പേരിയും കൂടി ആവണം. അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ കുക്കിങ്ങിൻ്റെ കുറച്ച് പണികളുണ്ട്. അത് കഴിഞ്ഞാൽ ക്ലീനിങ് ആണ് ബാക്കിയുള്ളത്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സ്വസ്ഥം ഗൃഹഭരണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മൾ ഉഷാറൻ വീഡിയോയിലേക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ ഇതാ ഇന്നത്തെ യുദ്ധഭൂമിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ എത്ര നമ്മൾ ഒതുക്കി വെച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ജഗബൊഗയിൽ ഉറപ്പായിട്ടും ഇങ്ങനെ വാരി വലിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് വലിയ അലമ്പാണോ അടുക്കളയെന്ന് വെച്ചാൽ അങ്ങനെ വലിയ അലമ്പല്ല. അന്ന് അലമ്പാണോ എന്ന് വെച്ചാൽ അലമ്പാണാനും. അപ്പോൾ ഇന്ന് കടലക്കറിയാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കടലക്കറി എപ്പം വെക്കുമ്പോഴും ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യം അതോ ഗതിയാണ്. ആ മസാലയൊക്കെ ഇങ്ങനെ വിസിൽ വരുന്ന സമയത്ത് പുറത്തേക്ക് പോയിട്ട് ഫുൾ അലമ്പാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കഴുകണം. പിന്നെ സിങ്കിലാണെങ്കിൽ പാത്രങ്ങൾ ഇന്നെ കഴുകണില്ലേന്ന് ചോദിച്ചിട്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരൊക്കെ ഒന്ന് ആദ്യം കഴുകി വെക്കാം നമുക്ക്. എന്നിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അടുക്കള ഏകദേശം ക്ലീൻ ആയി കിട്ടി. പിന്നെ ഡീപ്പ് ക്ലീനിങ് അത്യാവശ്യമാണ് കേട്ടോ ഈ അടുക്കളക്ക്. കാണുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ എന്താ പറയുക തുടച്ച് മിനിക്ക് മൊഞ്ചാക്കി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ച് എന്ന് പറയാം. അപ്പോൾ ഈ കാണുന്ന കലാപരിപാടി നമ്മളെ പാത്രം കഴുകുന്ന പരിപാടി ഉണ്ടല്ലോ, ഞാൻ അധികം പറയലുണ്ടല്ലോ നിങ്ങളോട്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണ്, പണികളിൽ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകുന്ന പരിപാടി. അപ്പോൾ എത്ര വേണമെങ്കിലും കുക്ക് ചെയ്യുക, എത്ര തരം വേണമെങ്കിലും എത്ര ആൾക്ക് വേണമെങ്കിലും കുക്ക് ചെയ്യുക. പക്ഷേ ഈ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ അടുക്കള വൃത്തിയാക്കലും പാത്രം കഴുകലാണ് അൺസൈക്കബിൾ സങ്കടഗരീഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ അത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എന്ത് കാര്യം ഇപ്പോൾ നമ്മൾ ഇഷ്ടത്തോടെ ഇപ്പോൾ പാത്രം നമ്മൾ ഉപയോഗിച്ചെന്ന് വിചാരിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ പാത്രം നമുക്ക് കണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ കഴിയില്ലല്ലോ. അതൊരു നഗ്നമായ സത്യമാണ്. അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം എന്നുള്ളത് അല്ലേ. അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഒരു ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നും. ഇപ്പോൾ നിങ്ങൾ ഒരു ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം കഷ്ടപ്പെട്ട് ചെയ്താൽ അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നില്ല. ആ ഒരു കഷ്ടപ്പാട് ഒരു നഷ്ടമായിട്ട് തോന്നൂല അല്ലേ. എന്തൊക്കെയാ അപ്പോൾ ഈ അവള് കുത്തിരുത്ത് പറയണേ, ഈ അബി കുത്തിരുത്ത് പറയണേന്നായിരിക്കും. ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കേട്ടു നോക്കി, സംഗതി ഞങ്ങൾക്ക് പിടികിട്ടും. സംഗതി വേറൊന്നുമില്ല, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇഷ്ടത്തോടൊരു സംഗതി ചെയ്ത് എത്ര കഷ്ടപ്പെട്ട് ചെയ്താലും അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നൂല. നേരെ മറിച്ച് നമ്മൾ ഇഷ്ടമില്ലാണ്ടൊരു പണി കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കഷ്ടപ്പാടൊരു നഷ്ടമായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അപ്പം എങ്ങനെ ഒന്നും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കുറച്ച് നേരങ്ങൾ മനസ്സിലാവാണ്ട് കിറുക്ക് പിടിച്ച് കുത്തിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ അടുക്കള ഇതാ വൃത്തിയായി മിന്നിച്ചിട്ടേച്ചിട്ട്. അപ്പോൾ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചവരെയുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് അപ്പോൾ ഇതാ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഇതാ നമ്മളെ ചോറ് കാസറോളിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കണം. തേങ്ങ അരച്ച അയിലക്കറിയാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ മമ്പയറുണ്ട്, എനിക്ക് കായും മമ്പയറും കൂടി ഇട്ടിട്ടുള്ള അതുണ്ട്, അതൊന്ന് ചൂടാക്കി. പിന്നെ ഉപ്പേരി, പയർ ഉപ്പേരി ഉണ്ട്. പിന്നെ നമ്മളെ കൊഞ്ചം കുറച്ച് പൊരിച്ചതുണ്ട്, കുറച്ച് പഴമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ദിവസമായിട്ട് തല വല്ലാണ്ട് കടിച്ച് പറിക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ പേനോ കാര്യങ്ങളോ ഒന്നുമില്ല, തല വല്ലാണ്ട് കടിക്കുക. എനിക്ക് തോന്നുന്നത് ഈ തണുപ്പ് കാലത്ത് ഉണ്ടാവില്ല നമുക്ക് വല്ലാത്തൊരു ഇച്ചിങ് ഒക്കെ, ഒരു വല്ലാത്ത ചൊറിച്ചിലും ഒരു പുകച്ചിലൊക്കെ ഉണ്ടാവില്ല തലക്ക്. സ്കാൽപ്പ് മൊത്തം ഒരു ഡ്രൈ ആയ പോലെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പം ഞാൻ മുടിയൊക്കെ നല്ലോണം ഒന്ന് ചീകി ഒരു മാസ്ക് ഒക്കെ തേച്ചിട്ട് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് ഒരു സെറൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ലെവലാക്കി എടുക്കാനുണ്ട്. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ കമൻസിൽ ചോദിക്കലുണ്ട്, മെയിലായിട്ട് എന്നോട് 2-3 ആൾക്കാർ ചോദിച്ചിട്ട് അബി ഇപ്പം മുടി ചെയ്തത് എങ്ങനെയുണ്ട്, പേഴ്സണലായിട്ട് അബിക്ക് എങ്ങനെയാണ് അഭിപ്രായം ഒന്ന് പറയുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം മുടി ചെയ്തത് ആ മുടി അങ്ങനെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വല്ലാത്തൊരു മുടി കൊഴിച്ചില്ല അങ്ങനെയുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ PCOD ഉള്ള ആളായതുകൊണ്ട് അതിൻ്റെ വക കുറേ മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏത് തരത്തിലാണ് ഏത് വിധത്തിലാണ് ഈ മുടി കൊഴിയണതെന്ന് അറിയില്ല. പക്ഷേ ഇപ്പം നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു എണ്ണ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. ഞാൻ കുറച്ച് കാലമായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യണം. അപ്പം കുറച്ചും കൂടി ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീനിൽ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല മാറ്റം വരുന്നുണ്ട്. ഒന്നാമത് ഈ PCOD ഉള്ള ആൾക്കാർക്ക് നമ്മൾ വിചാരിച്ച പോലെ എന്ത് ചെയ്താലും മുടി കൊഴിച്ചിൽ അങ്ങനെ മാറി കിട്ടൂല. പക്ഷേ എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തതെന്നുള്ളതും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് കഴിയട്ടെ, എനിക്ക് അതിൻ്റെ റിസൾട്ട് ഒന്നും കൂടി ഒന്ന് വിസിബിളായിട്ട് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളൊന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് ഒതുക്കി കെട്ടി മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് പിന്നെ കുറച്ച് സമയത്തിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് വട്ട് പരിപാടികളൊക്കെ ഉണ്ട്. കണ്ണാടിയിൽ നോക്കി തന്നെത്താനെ കുത്തിന്ന് വർത്താനം പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കാണിക്കണില്ല. എന്താ വെച്ചാൽ അല്ലെങ്കിൽ എനിക്ക് വട്ടാണെന്നാണ് പൊതുവേ ഉള്ളൊരു ഇത്. അപ്പോൾ എന്തായാലും നമ്മളത് ശരി വെക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുറച്ച് വട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ നോക്കി കണ്ണാടിയിൽ നോക്കിയിട്ട് അടിപൊളിയാണ്, ഇനിയിപ്പോൾ ഈ കൂടുതൽ എന്താ വേണ്ട, അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങോട്ട് പുകഴ്ത്തി പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറയണ പോലെ അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും വട്ടായിട്ടൊക്കെ തോന്നും. പക്ഷെ നിങ്ങളൊന്നും അങ്ങനെ പറഞ്ഞു നോക്കി, ഇത് വേറെ ആരെങ്കിലും വന്ന് പറയട്ടെ ജി നല്ലതാണ് അടിപൊളിയാണ് ജി എന്നൊന്നും പറഞ്ഞാൽ ഈ ജീവിതകാലം നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ല നല്ലൊരു വാക്ക് വേറെ ആരെയും വായെന്ന്. ഒന്നില്ലെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും പറയായിരിക്കും, അതിൽ കൂടുതൽ നിങ്ങൾ ആരെയും അത് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഒന്നുമില്ല, വേറെ ആരെങ്കിലും അത് പറഞ്ഞിട്ട് എനിക്ക് സന്തോഷിക്കാമെന്നൊന്നും പറഞ്ഞ് കുത്തിരിക്കേണ്ട. നമ്മൾ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് അങ്ങോട്ട് പറയുക. അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് അത് നമുക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും മുമ്പിൽ നിന്നിട്ട് ഇപ്പം വീട്ടിലാരും ഇല്ലല്ലോ, ഏട്ടൻ പണിക്ക് പോയി മക്കൾ സ്കൂളിൽ പോയി, അപ്പം ഞാൻ എന്നെ തന്നെ സ്വയം ഒന്ന് പുകഴ്ത്തി പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ണാടിയിൽ നോക്കാം, ഒന്നങ്ങോട്ട് പുകഴ്ത്തി പറയുക, അടിപൊളിയാണ് ജി, വിചാരിച്ച പോലെ ഇന്നല്ലേ ജി, നമ്മളെ തന്നെ അങ്ങോട്ട് പറയാം. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഈ ചെറിയ വട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണ്ട, മെയിലായിട്ട് സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് ഈ വട്ട് കൊണ്ട് ഉപകാരം ഉണ്ടായി അബി എന്നുള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നും, ഉപകാരം ഉണ്ട് എന്നുള്ളത് തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കേണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മളെ പോക്ക്. അപ്പോൾ ആ പരിപാടികളും കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഉള്ളത് ചൂലെടുക്കുക, നമ്മൾ ആയുധം കയ്യിലെടുക്കുക, അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഫോണ് അല്ലെങ്കിൽ ചൂല്, ഇതിലേതാണ് എടുക്കേണ്ടത് തീരുമാനിക്കേണ്ട ഒരു അന്തിമ ഘട്ടമാണ് അല്ലേ. മക്കൾ സ്കൂളിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി അപ്പം നമുക്ക് തോന്നും ഒന്നാ ഫോണും കൊണ്ട് അവിടെ അങ്ങോട്ട് ഇരുന്നാലോ എന്ന് തോന്നും. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാലുള്ള പിന്നത്തെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അപ്പോൾ അതിനൊന്നും മെനക്കെടണ്ട, ആ ചൂല് നേരെ പോവുക, ചൂലും കൊണ്ട് എടുക്കുക. ഫോൺ ഈ സമയത്ത് നമുക്ക് എത്താത്ത സ്ഥലത്തേക്ക് അങ്ങോട്ട് വെച്ചേക്കുക. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ആണെങ്കിലും ഈ രാവിലത്തെ നിങ്ങളെ പണി കഴിയാത്ത സമയത്ത് നിങ്ങൾ ഇരുന്ന് കാണരുതെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും നമുക്കായിട്ട്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കാണാനായാലും ഈ വീഡിയോസ് കാണുന്നതിലും ഉണ്ട് കേട്ടോ. ഇപ്പം ചില ആൾക്കാർ ഇപ്പം ചില മൈൻഡിലായിരിക്കും ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മളായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു മൈൻഡ് വെച്ച് കാണുന്നവരാണെങ്കിൽ ഒരിക്കലും ഡേ ഇൻ മൈ ലൈഫ് ഇതുപോലത്തെ വീഡിയോസ് ഒന്നും ഇരുന്ന് കാണരുത്. നമ്മളെ എന്താ പറയുക, എനിക്ക് തോന്നുന്ന ഒരു 100% ഒരു 40% അല്ലെങ്കിൽ 30% മാത്രമേ ഈ ഒരു സമയത്തിൽ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് 24 മണിക്കൂർ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതും കൂടാണ്ട് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുള്ളൂ. നമുക്ക് വേറൊരാളോട് ഷെയർ ചെയ്യേണ്ടാത്ത പല പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും, അതൊന്നും നമ്മൾ കാണിക്കൂലല്ലേ. നമ്മളെ സങ്കടങ്ങളൊന്നും ചിലപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ വേറൊരാൾക്ക് എന്തിനാ ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കാം. അപ്പോൾ അത് കണ്ടിട്ട് ഓരോ ജീവിതം എങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയത്, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ, എനിക്ക് കിട്ടിയത് ഇങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെ കമ്പയർ ചെയ്ത് ഒരിക്കലും നമ്മളൊരു വീഡിയോസും കാണരുത്. അപ്പം അങ്ങനെ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നത് നിർത്തുക. അങ്ങനെ കാണുന്നവർ വേറെ വീഡിയോസ് ഇപ്പം വേറെ ഓർക്ക് എന്താണോ ഓരോ ലൈഫിലേക്ക് നല്ലതായിട്ട് തോന്നുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കാണാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പൊള്ളുന്ന ഒരു സംഗതിയാണ് അല്ലേ. നമ്മൾ എത്രത്തോളം ഡൗൺ ആക്കാൻ പറ്റുമോ അത്രത്തോളം ഡൗൺ ആക്കാനും പറ്റും ഈ ഒരു സോഷ്യൽ മീഡിയയ്ക്ക്. എത്രത്തോളം നമ്മളെ ആ ഒരു മൈൻഡ് സെറ്റിനെ ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്താനും പറ്റും. പക്ഷേ ഇത് ആരെ കയ്യിലുള്ളത്? ഈ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കണം നമ്മളെ കയ്യിൽ തന്നെയാണുള്ളതിൽ. അതിൻ്റെ കൺട്രോൾ നമ്മൾ വേറെ ആർക്കും കൊടുക്കരുത്. ആ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്നൊരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ ഒരു എനർജി പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ ഇഷ്ടം പോലെ വഴികളാണ് അല്ലേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉള്ളത്. നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ പഠിച്ച് ക്ലാസ് എടുക്കുന്ന സൈക്കോളജിക്കലൊക്കെ പഠിച്ച് ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ഒരു ബൂസ്റ്റാണ് അല്ലേ. നമുക്ക് എന്താ പറയുക, ഒരു പെട്ടെന്നൊരു ബൂസ്റ്റ് കിട്ടിയ പോലെ എനിക്കങ്ങനെ തോന്നലുണ്ട് കേട്ടോ. ചില വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. വല്ലാണ്ട് ഡൗൺ ആയിട്ട് ഡെസ്പായിട്ട് മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള സമയത്ത് ചിലപ്പം ഈ വീഡിയോസിനൊക്കെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുമ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബൂസ്റ്റ് കിട്ടിയായി തോന്നും, പെട്ടെന്നൊരു എനർജി കിട്ടിയായി തോന്നും. അപ്പം അങ്ങനെ തോന്നലുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാണ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് അപ്പോൾ പോയത്? ഞാനത് നിർത്തിയിട്ട് ആദ്യം മുതലൊന്ന് പോയി കേട്ട് വെക്കട്ടെ.
അതന്നെ ഇപ്പം പിടികിട്ടി. ഞാൻ ഒന്നും കൂടി പോയി കേട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ വേറെ ഒന്നല്ല നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ എന്ത് മൈൻഡ് സെറ്റിലാണ് ആ ഒരു വീഡിയോ എടുക്കണമെന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ എന്താക്കരുത്, നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് ആവാഹിച്ച് അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വേണ്ട സംഗതികൾ, ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണണമെന്നുണ്ടെങ്കിലും കമ്പയർ ചെയ്യാണ്ട് നമുക്ക് അതിൽ നിന്ന് വേണ്ട സംഗതികൾ, നമുക്ക് എന്തെങ്കിലും നമ്മളെ ലൈഫിലേക്ക് ഒരു ഉപകാരപ്പെടുന്ന കാര്യം അതിലുണ്ടോ നോക്കിയിട്ട് ആ ഒരു കാര്യം എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാണ്ട് അതില്ലല്ലോ ഇതില്ലല്ലോ അങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ചില കമൻസ് കാണലുണ്ട്, അബിക്ക് ഇതിപ്പം സ്വന്തം വീടായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മാത്രം ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന, വിചാരിച്ച പോലെയൊക്കെ നടക്കണത്, കൂട്ടുകുടുംബം ആകുമ്പോൾ ഒന്നും അങ്ങനെയൊന്നും നടക്കൂലല്ലോ അബി. പക്ഷേ കുറേയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ കാര്യങ്ങൾക്ക് നമുക്ക് നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എത്ര കൂട്ടുകുടുംബം ആയാലും ആ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ആ ഒരു സ്റ്റാൻഡ് ആദ്യം മുതൽ ഇട്ട്, അപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറിയിട്ട് എന്താ പറയുക നമ്മൾ വലിയൊരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ അത് പണിപാളും. പക്ഷേ ഈ ഇപ്പം ന്യൂലി മാരീഡൊക്കെ ആവാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ആ ഒരു ഇതിന് ഒരു വില എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം മുതലേ അത് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടത്തിയെടുക്കാൻ പറ്റും. നമുക്കുള്ള സമയം കണ്ടുപിടിക്കാൻ പറ്റും. ചില ആൾക്കാർ ഈ വൈകുന്നേരം വരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടുത്തെ അമ്മമാരൊക്കെ അത് അങ്ങനെ ചെയ്ത് ഓർക്കതൊരു റൊട്ടീൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിന് അതേപോലെ തന്നെ നമ്മൾ ഓരോ വയ്യാലെ നിന്ന് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എടുത്ത് തീർക്കാനുള്ള സംഗതികളൊക്കെ ആദ്യം തന്നെ എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ ബാക്കിയുള്ള സമയത്ത് നമുക്ക് എന്താക്കാം, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മളെ ലൈഫ് ഒന്നും കൂടി ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനാണെങ്കിലോ വേറെ എന്തെങ്കിലും ജോലീൻ്റെ കാര്യത്തിനാണെങ്കിലോ ഒക്കെ നമുക്ക് സമയം കണ്ടുപിടിക്കാൻ പറ്റും. ഈ സമയം എന്നുള്ള ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതാണ് ശരിക്ക് ഒരാളെ ജീവിതം എങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഓരോ സ്വപ്നങ്ങൾ എങ്ങനെ നേടിയെടുക്കണം, അതിലേക്ക് എത്ര പെട്ടെന്ന് എത്താമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് വേറെ ഒന്നുമല്ല. അതിൻ്റെ അടിസ്ഥാനം ഈ ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ ടൈമിന് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാനുള്ളൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ അതിനൊരു എളുപ്പവഴിയായിട്ടില്ല. പക്ഷേ അതിലൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്മൾ സമയപരിധി നിശ്ചയിക്കുക, ഒരു ഡെഡ് ലൈൻ കൊടുക്കുക. ഇപ്പോൾ ഈ പണികളൊക്കെ ഒരു 9 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഞാൻ തീർത്തിരിക്കും എന്നുള്ള ആ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് പണികൾ ചെയ്ത് തീർക്കണതായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അതൊരു ട്രിക്കാണ്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓരോ സാഹചര്യമാണ് അല്ലേ, സാഹചര്യം കൊണ്ട് ഓരെന്താക്കും ആ ഒരു സമയത്തിനുള്ളിൽ ഓഫീസിൽ എത്തിയിട്ടില്ല, ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്ത് തീർത്തിട്ട് ഓഫീസിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം മുതലാളി ചോദിക്കുമോ എല്ലാം ഇതിപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്, എന്താ ഇപ്പോൾ പൊയ്ക്കോളിന്ന് അറിയും. അപ്പോൾ ആ ഒരു സംഗതി നമുക്ക് അറിയണതിനെ കൊണ്ട് ആ ഒരു സാഹചര്യം നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ എന്താവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിൽ അങ്ങോട്ട് പോകും. പക്ഷെ നമ്മൾ വീട്ടിൽ കുത്തിരിക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക, സമയമുണ്ടല്ലോ ഇനിയിപ്പോൾ രാത്രി വരെ സമയമുണ്ട്, അപ്പോൾ കുറച്ചിരുന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ കുത്തിരിക്കുക. ആ ഇരുന്ന് കഴിഞ്ഞാൽ പോയി കാര്യം. അപ്പോൾ നമ്മളൊരു ഡെഡ് ലൈൻ തീരുമാനിക്കുക, ഒരു സമയപരിധി നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്താൽ ചെയ്ത് തീർക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ സമയം കൊണ്ട് നമ്മളെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തുക. ഈ സമയം കൊണ്ട് ഞാൻ വീട്ടിലുള്ള എനിക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഒന്ന് ചിട്ടയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ, എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം കിട്ടുന്ന നമ്മൾ മാറ്റി വെച്ച കുറേ ശീലങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചതുണ്ടാവും സമയമില്ല എന്ന് പറഞ്ഞിട്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമ്മളെ ലൈഫിനൊരു അർത്ഥമുള്ളതുപോലെ തോന്നും നമുക്ക്. അപ്പോൾ ഇതാ നമ്മളെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ അങ്ങനെ ഞാൻ എന്താ പറയുക ഒരു ചിറ്റാറ്റ് മോഡൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ തോന്നിയ പോലെയെന്നല്ല, നിങ്ങളോട് പറയണമെന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ പണീൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഫ്രണ്ടിനോട് ഇരുന്ന് സംസാരിക്കണ പോലെ അങ്ങനെ അങ്ങോട്ട് സംസാരിച്ച് വോയിസ് ഓവർ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. പിന്നെ ഇത് നമ്മളെ വർക്ക് ഏരിയേൻ്റെ പണികളൊക്കെ ഇതാ ഇങ്ങനെ ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോരുന്നുണ്ട്. ഇനിയിപ്പോൾ ആ കെട്ട് അങ്ങോട്ട് കഴിഞ്ഞ് കെട്ടിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ തേപ്പ് ആ കെട്ടിയ ഭാഗങ്ങളൊക്കെ ഒന്ന് തേക്കാനുണ്ടാവും. അപ്പോൾ അതിനിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പണിക്കാർ വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഇനിയിപ്പോൾ ബാക്കിയുണ്ട് നമുക്ക് വർക്ക് ഏരിയേൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്തായാലും അതൊക്കെ അങ്ങനെ അങ്ങോട്ട് നടക്കും, അത് വിചാരിച്ച പോലെയൊക്കെ അങ്ങോട്ട് നടക്കും. അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് രാവിലത്തെ കുറച്ച് സമയത്തെ കുറച്ച് സൂപ്പർ പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് സമയത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെ പണികളൊക്കെ ചെയ്ത് തീർക്കാനുള്ള പണികളൊക്കെ ആ ഒരു മടി വരാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് അങ്ങോട്ട് തീർക്കുക. പിന്നെ ചിന്തിച്ചിരിക്കാനുള്ള ഒരു അവസരം
കൊടുക്കരുത്. നമ്മൾ ചെയ്യാനുള്ള നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ, ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർത്തതിന് ശേഷം ബാക്കി സമാധാനത്തോടെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ട് വേറെ സമയം എന്ന് പറഞ്ഞാൽ വെറുതെ കിടന്നും ഇരുന്നും കളയാണ്ട് അതൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള സമയമായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മളെ ലൈഫിലൊരു പുതിയ സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മളെ ലൈഫ് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയം കൂടി ചിലവഴിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്ക് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് പ്രൊഡക്റ്റീവായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.